ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവം. ദുബായിൽ മരിച്ചു, ബോഡി കൊടുന്നു, ബോഡി ഈ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം പറഞ്ഞയക്കാൻ. പക്ഷെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരക്കൊക്കെ അവിടെ നിൽക്കില്ല. നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ട്, കുറേ ദിവസമായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയും മെയിൽ അയച്ചിട്ടും വാട്സപ്പിലൂടെയും ഒക്കെ കമൻസിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പറ്റുമ്പോഴും നമ്മളങ്ങനെ കാണാതിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാൻ ആളുകൾ ഉണ്ടാകുന്നത് നമുക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ആ ഒരു സമയങ്ങളിലുണ്ടല്ലോ ഒന്നും മെസ്സേജ് നോക്കാനോ അതിന് റിപ്ലൈ തരാനോ ഒന്നിനും പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഞങ്ങളൊരു ഫാമിലി എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലിയിൽ വലിയൊരു നഷ്ടം സംഭവിച്ചു. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് നമ്മളെ ചാനലിലുള്ള പാട്ടുകാരൻ. മൊഴികൾ പാട്ട് കോർത്ത രാജദീപം കവിത ലോകമഖിലം വാഴ്ത്തും ഭാവം പദവിയിൽ പുലികള പയ്യവൈകരധിപതി ബദർഹുദതി മികരജനകൾ അരവധി സ്നേഹരാഗം തീർത്ഥദേശമേ സേനാ. ഇവിടുത്തെ ഫാമിലി ആയിട്ട് ഒത്തുകൂടുന്ന എല്ലാ വീഡിയോകളിലും ഓൻ്റെ ഒരു പാട്ടുണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പാട്ടുകാരൻ എന്നാണ് ഓനെ കമൻറ്റിലൂടെ ഒക്കെ പറയാറ്. എന്താ പറയുക, എങ്ങനെ പറയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഓനെ പറ്റി പറയാതെ എനിക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാനും പറ്റൂല. പുതിയൊരു വീഡിയോ ഒക്കെ ഇട്ട് പഴയ പോലത്തെ ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ശ്വാസം മുട്ടാണ് എനിക്ക് കിട്ടും. എനിക്ക് നല്ല ഞങ്ങളെല്ലാവരും കുടുംബം മൊത്തം ആ ഒരു വീർപ്പുമുട്ടലിലാണ്. അവൻ കുറേ മുന്നേ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു കുറച്ചേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാണ്ട് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പോയിട്ട് ഇപ്പോൾ ഒരു മാസേ ആവണുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഈ ലോകത്ത് ജീവിക്കാൻ പഠിച്ചോന്ന് അത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നമുക്കൊക്കെ ഇപ്പോൾ എത്രയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ആ സമയമായപ്പോൾ ഓരങ്ങോട്ട് പോയി. അപ്പം ഞങ്ങളെ ഫാമിലിയിലാണെങ്കിൽ പ്രായമായ വല്യമ്മ വല്യപ്പ, അപ്പോൾ എൻ്റെതാണെങ്കിലും ഇക്കാടെയാണെങ്കിലും അങ്ങനെയുള്ളവരെ പോയിട്ടുള്ളൂ. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അമ്മ അപ്പ മക്കൾ മരുമക്കൾ അങ്ങനെയുള്ള ഫാമിലിയിൽ ആരും അങ്ങനെ പോയിട്ടില്ല. അപ്പം എനിക്കിപ്പോൾ എൻ്റെ ബുബുക്കുട്ടനാണ്. ഞാൻ 5 വർഷം നോക്കിയിട്ടുണ്ടാക്കി എൻ്റെ ബുബുക്കുട്ടൻ പോയപ്പോൾ എൻ്റെ ഒരു വേദന. അപ്പോൾ എനിക്ക് താത്തായുടെ കാര്യമൊക്കെ ബേജാറാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണത്. 34 വയസ്സോ 33 വയസ്സോ എങ്ങാണ്ടാണ് ഓനിക്കുണ്ടായിരുന്നത്. താത്തായുടെ ചെറുപ്പത്തിൽ പ്രസവിച്ചിട്ടതാണ്. അപ്പോൾ അത്രയും കാലം നോക്കിയിട്ടുണ്ടാക്കിയ മകനൊക്കെ പോകുമ്പോൾ അവൻ്റെ ഭാര്യൻ്റെ വിഷമം അതൊന്നും ആലോചിക്കാൻ പറ്റൂല. അതൊക്കെ നമ്മൾ നേരിടേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞാനത് പറഞ്ഞു, നാളെന്താ സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ പറയാം ഇതൊക്കെ സഹിക്കാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു വേദനയിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫുജേറയിൽ വെച്ചിട്ടാണ് അവന് മരണപ്പെട്ടത്. ഈ ഓഗസ്റ്റ് 1 ശനിയാഴ്ചയാണ് കേട്ടോ സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അന്നും അടുത്ത ദിവസമൊക്കെ അവധിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി ഈ വെള്ളിയാഴ്ചയാണ് കേട്ടോ ബോഡി ഇങ്ങോട്ട് നാട്ടിലെത്തിയത്. ആ ബോഡി എത്തിക്കിട്ടണവരൊക്കെ ആ ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവം. ദുബായിൽ മരിച്ചു, ബോഡി കൊടുന്നു, ബോഡി കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ മറ്റുള്ളത് പറയണത് കേൾക്കാം. നമുക്ക് വരുമ്പോഴാണ് ആ ബോഡി വരാൻ വൈകുന്ന സമയങ്ങളും ബോഡി വരുന്നതും ഒക്കെ വല്ലാത്തൊരു അനുഭവങ്ങൾ തന്നെയായിരുന്നു. KMCCൻ്റെ ആളുകളാണ് കേട്ടോ ബോഡി എത്തിക്കേണ്ട കാര്യങ്ങളും എല്ലാതും ചെയ്തു തന്നതും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഓരോടും കൂടി നന്ദി പറയുകയാണ്. അതുപോലെ CH സെൻറ്ററിൻ്റെ വകയാണ് ഞങ്ങൾക്ക് ആംബുലൻസും ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. എനിക്കല്ലെങ്കിൽ CH സെൻറ്റർ KMCC അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയൊരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അനുഭവം വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ ആളുകളുണ്ട് അതൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവരെ വകയായിരുന്നു ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ബോഡി എത്തി മറവ് ചെയ്ത് ഇന്നലേക്ക് 3-ാം ദിവസമായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്, താത്താൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ എല്ലാവരും പിരിഞ്ഞൊക്കെ പോയി സാധാരണ ലൈഫിലേക്ക് ഇങ്ങനെ ആയി വരണം. ഒട്ടും പ്രതീക്ഷിക്കാതെ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം
ഞങ്ങൾക്ക് എല്ലാവർക്കും. കഴിഞ്ഞ ശനിയാഴ്ച മുതലും എന്നും അങ്ങോട്ട് പോകും. അവിടെ പോയ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സോഫയിൽ ഒരേ ഇരുത്താം, ഒന്നും ചെയ്യലില്ല, ഒരു പണിയും ചെയ്യലില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുക. എൻ്റെ ജോലിയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വീടിൻ്റെ കാര്യമാണ് മൊത്തത്തിലും. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണം. കുറേ തുണികൾ തിരുമ്പാനിട്ടിട്ടുണ്ട് മുകളിൽ, ഉണങ്ങിയത് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് വരട്ടെ, നമുക്ക് മടക്കിയിട്ട് സംസാരിക്കാം. ഇർഷാദ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. 34 വയസ്സ് 33 വയസ്സ് അങ്ങനെയൊക്കെയാണ് ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഓനെ ആദ്യമായിട്ട് വീഡിയോയിൽ കാണിച്ചത് ഓന് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ ബൂബുക്കുട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിലെ കാരണവര്, ഏറ്റവും മൂത്തേട്ടൻ, വലിയേട്ടൻ. മൂപ്പരിപ്പൊ ഗൾഫ് തന്നൊക്കെയാണ്, കല്യാണം 14 വയസ്സായെങ്കിലും മോനെപ്പോഴും ഒരു കുട്ടികളെ പോലെ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സംസാരമായിരുന്നു കേട്ടോ. പിന്നെ ഒരു പെരുന്നാൾ വ്ളോഗിലാണ് ഓൻ്റെ പാട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഓനെ പാട്ടുകാരൻ എന്നൊക്കെ പിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പാടുമ്പോൾ മാറോട് ചേർത്തുന്ന് കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ കുട്ടിക്കൂടിയും കൂടിയും വെട്ടി കാരോരം ഒത്തിപ്പേക്കിയും ഒരുവാരി കാട്ടിയും പലകൂട്ടിപ്പായാണ്. പിന്നെ എൻ്റെ ഓരോ വീഡിയോയിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഓനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അതൊക്കെ എടുത്തൊന്ന് നോക്കിയിരുന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താനും നമുക്കും ഓനൊക്കെ പഴയതൊക്കെ ഒന്ന് ഇതാക്കാനൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു ബേജാറായിരുന്നു ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട്. ഇവിടെ കടപ്പുറത്ത് ഏട്ട വലിച്ചിട്ട മാതിരി 4 സാധനം കിടക്കണുണ്ട്. അതിനെ കളിക്കുമ്പോ ആക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് ഇവരല്ല ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. കേട്ടോ പ്രഷർ കളിക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കമൻസ് കണ്ടാലും ഒക്കെ ഒരു ജായി മുഖമായ അവസ്ഥയൊക്കെയായിരിക്കും. അതെനിക്കറിയാം. ഞാൻ പറയാറില്ലേ ബൂബുക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോഴൊക്കെ എനിക്കൊരു ഭയങ്കര ഇതാക്കാറ്. കമൻറ്റിന് മറുപടി ആയിട്ട് ഞാനൊരു ഇമോജി മാത്രമേ തരുള്ളൂ കേട്ടോ. ഷെഫ് മോൻ ഇവിടെ അല്ല, ഓനൊരു യാത്ര പോയിരിക്കാൻ കേട്ടോ. ഇന്നലെ ഓന് വരുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കണം, അങ്ങോട്ട് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഓൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഓൻ വന്നിട്ടുണ്ടായിരുന്നത് 1.5 മാസത്തെ ലീവിന്. ഈ ഒരു സമയത്ത് ഓൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താ കാര്യം എൻ്റെ ഒരു അവസ്ഥ. ഈ സംഭവമൊക്കെ നടന്ന സമയത്ത് ഓൻ്റെ റൂമിലൊക്കെ പോയി ഓൻ്റെ കൈയൊക്കെ പിടിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഷെഫ് മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ ഒരു സമയത്ത് ഈ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിലേറെ ടെൻഷനാക്കാരും. കാരണം ഉൾക്കൊള്ളാൻ കഴിയില്ല, അവിടുന്ന് പെട്ടെന്ന് പോരാൻ പറ്റൂല. ഈ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നിനും ആവില്ല എന്നൊക്കെ പറയായിരുന്നു ഞാൻ. ഇപ്പോൾ ഓന് സെപ്റ്റംബർ 1-ാം തീയതി പോകും, കുറച്ച് ദിവസം തന്നെ ഉള്ളൂ ഓന് പോവാൻ. അപ്പത്തിനും പഴയ പോലൊക്കെ ആക്കി മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം പറഞ്ഞയക്കാൻ. അപ്പത്തിനൊക്കെ റെഡി ആവും. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമ്മളൊക്കെ, അറിയില്ല. ഇതിന് മുമ്പേ ഞാൻ വീഡിയോകളൊക്കെ പുതിയത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റനൻ്റെ സർപ്രൈസ് വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് അത് പോസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇടും വേണം. പക്ഷേ ഇന്ന് എനിക്ക് ഒരു വീഡിയോയും എടുക്കാനുള്ളൊരു മൂഡില്ല, ഒന്നും എടുക്കാൻ വയ്ക്കണമില്ല. അപ്പം ഞാൻ ജസ്റ്റ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പറയാം എന്ന് വിചാരിച്ചിട്ടൊരു വ്ളോഗ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ സാധാരണ പോലെ ആവണം, നല്ല മനസ്സൊക്കെ ശരിയാവും. നമ്മൾ ബൂബുക്കുട്ടനൊക്കെ മരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ആ സങ്കടത്തിൽ ഒതുങ്ങി കൂടാനായിരുന്നു ഇഷ്ടം. ആ സങ്കടത്തിൽ നിന്ന് പോരുന്ന ഇഷ്ടമുണ്ടാവില്ല, സങ്കടത്തോടെ ഇരിക്കണമായിരുന്നു.
ആ സങ്കടം ഒരു സമാധാനം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പക്ഷെ അങ്ങനെ പറ്റൂല, നമ്മൾ സങ്കടത്തിൽ നിന്ന് മാറിയിട്ട് പോരാൻ ശ്രമിക്കണം. നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോഴാണെങ്കിലും ദേഷ്യം ഉണ്ടാവുകയാണെങ്കിലും അങ്ങനത്തെ ഒക്കെ ഇതിൽ നിന്ന് നമ്മളോട് പോരണം, പോന്നിട്ട് നമ്മൾ നോർമലാവണം. അപ്പോൾ എന്ന പോലെ സങ്കടത്തിൽ നിന്ന് വിട്ടു പോരണം, കളിയും ചിരിയൊക്കെ തുടങ്ങണം. നമുക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ടതാണല്ലോ, നമ്മളെ ആശ്രയിച്ചിട്ട് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരും ഒക്കെ ഉള്ളതല്ലേ. പക്ഷേ അതിന് 2 കുട്ടികളാണ് കേട്ടോ. മൂത്ത കുട്ടിക്ക് യാമിക്കുട്ടിനേക്കാളും 6 മാസം കൂടുതലായിട്ട്, അവനക്ക് 3 വയസ്സായിട്ടുണ്ടാവും കേട്ടോ, ആൺകുട്ടിയാണ്. പിന്നെ വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോനും എനിക്ക് പെൺകുട്ടിനെയും കൊടുത്തു. ഓൾക്കിപ്പോൾ 10 മാസമൊക്കെ ആവണേ ഉള്ളൂ. 2 കുട്ടികളാണ്. അവൻ്റെ ഭാര്യയും ചെറുപ്പമാണ്, 24 വയസ്സെങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടാവും. ഓരോരുത്തർ ഓരോ കമൻറ്റിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു വീർപ്പുമുട്ടല്ല. അതിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി ഞാൻ പറഞ്ഞില്ലേ, മാറി നിൽക്കണം നമ്മൾ. ഇവിടുത്തെ ഉപ്പാൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട്. ഉപ്പാൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഉപ്പാക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണല്ലോ. പിത്തസഞ്ചിയിൽ കല്ല് വന്നപ്പോൾ പിത്തസഞ്ചി എടുത്ത് മാറ്റുന്ന ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാവുകൊണ്ടും ഉപ്പാക്ക് പ്രായമുള്ള ആളായതുകൊണ്ടും നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഡോക്ടർമാർ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഉപ്പാക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ, ഇപ്പം ഇനി തിരിച്ചു വരൂലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പഠിച്ചവൻ്റെ സഹായം കൊണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഓപ്പറേഷന് കൊണ്ടുവിടാൻ തന്നെ ഇപ്പാനെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൊണ്ടുവരും, ഇപ്പാൻ്റെ ബോധം തെളിഞ്ഞു വരും ഒക്കെ ചെയ്ത് അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമാധാനത്തിലൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പാനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പം കൂടി പോവുമായിരുന്നു ശനിയാഴ്ച രാവിലെ. ആ പോണ സമയത്താണ് ഇക്കാക്ക് ഇങ്ങനെ കോള് വന്നത്. ഇക്കാക്ക് കോള് വിളിച്ച ഉടനെ എനിക്ക് വിളിച്ച് പറഞ്ഞതാ ആ ഒരു ദിവസം ഒന്നും ആലോചിക്കാൻ വയ്യ. എന്തൊക്കെയല്ലേ എന്തൊക്കെയാണ് നമ്മളെ ചെവിയിൽ ഇനി ഒരു ആയുസ്സിൽ കേൾക്കാനുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്, ഒന്നും പറയാനും കഴിയൂല. ഒക്കെ സഹിക്കുക, നമ്മൾക്ക് വരുന്നത് നമ്മൾ സഹിക്കുക. പാവായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ തമാശകളും പറഞ്ഞ് നല്ല ഇതായിരുന്നു എല്ലാവരോട്ടും. ആർക്കും കുറ്റമൊന്നും പറയാനുണ്ടാവില്ല അവനെ പറ്റിയിട്ട്. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് ഓനക്കും വേണ്ടിയിട്ട്. ദിവസങ്ങളൊന്നും പഴയ പോലെയേ അല്ല. പഴയ പോലത്തെ ദിവസങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം. നമ്മളെത്ര തിരക്കിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തൊരു തിരക്കുള്ള സമയമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ തിരക്കുകളും അവിടെ നിൽക്കും. ഇത്രയും ദിവസം ഒന്നിനെ പറ്റിയിട്ടും ഒരു വേവലാതില്ല, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തയില്ല. നമ്മൾ ഇതിലങ്ങോട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, ബോഡി വരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ആകെ ഒരു വീർപ്പുമുട്ടലിൻ്റെ ദിവസങ്ങൾ. 6 ദിവസം വെയിറ്റ് ചെയ്തല്ലേ, 7ാമത്തെ ദിവസം മയ്യത്ത് വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, റനമോൾക്ക് സർപ്രൈസ് കൊടുത്ത വീഡിയോ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ വരാം. അപ്പോൾ നമ്മളെ ഉർഷായിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ദ്വാരക്കൊണ്ടും. ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. जाने वाले मेरा सलाम कहना, अजमीर जाने वाले मेरा सलाम कहना. അജ്മീരിൽ വാഴും രാജ മുഹിനുദ്ദീൻ ഖ്വാജ, അജ്മീരിൽ വാഴും രാജ മുഹിനുദ്ദീൻ ഖ്വാജ.